അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹാബത്തിഹി വമൻ വാലാഹ്. സുമ്മ അമ്മാ ബഅദ്. ബഹുമാന്യരെ, സഹോദര സഹോദരികളെ, നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ എല്ലാവരോടും ഉണർത്തുകയും ഉപദേശിക്കുകയുമാണ്. അള്ളാഹു അവൻ്റെ വിശാലമായ കാരുണ്യത്തിൻ്റെ ഒരു വിഹിതം നമ്മുടെ ഈ വേദിയിൽ അരുളി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ നാമങ്ങളും അവൻ്റെ വിശേഷണങ്ങളും എന്ന ഒരു വിഷയമാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ ഒരു വിദ്യാർത്ഥി സമൂഹത്തിന് മുന്നിൽ വിശുദ്ധ ഖുർആനിലെ ഏറ്റവും മഹത്തായ സൂറത്തും സൂക്തവും ഏതെന്ന് ചോദിച്ചാൽ നമ്മളെല്ലാവരും അതിന് ഉത്തരം പറയും. മഹത്തായ സൂറത്തുൽ ഫാത്തിഹയാണ്. വിശുദ്ധ ഖുർആനിൽ 6000-ൽ പരം വചനങ്ങളാണ്. ഈ വചനങ്ങളിൽ ഏറ്റവും മഹത്തായ വചനമേത് എന്ന് ചോദിച്ചാൽ നമ്മളെല്ലാവരും അത് പഠിച്ചവരാണ്. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും അതിന് പ്രതികരിക്കും. അത് ആയത്തുൽ കുർസിയാണ്. സൂറത്തുൽ ഫാത്തിഹ എന്തുകൊണ്ട് വിശുദ്ധ ഖുർആനിലെ 114 അധ്യായങ്ങളിൽ ഏറ്റവും മഹത്തായ അധ്യായമായി വിവരിക്കപ്പെട്ടു? 6000-ൽ പരം വചനങ്ങളുള്ള വിശുദ്ധ ഖുർആനിൽ ഏറ്റവും മഹത്തായ വചനം എന്തുകൊണ്ട് ആയത്തുൽ കുർസിയായി പഠിപ്പിക്കപ്പെട്ടു? അബൂ സഈദ് അൽ മുഅല്ല എന്ന് പറയുന്ന സഹാബിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വിശുദ്ധ ഖുർആനിൽ ഏറ്റവും ശ്രേഷ്ഠമായ സൂറത്ത് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. അങ്ങനെയുള്ള ഒരു സൂറത്ത് വിശുദ്ധ ഖുർആനിൽ ഇതുവരെ അവതരിപ്പിക്കപ്പെട്ടിട്ടില്ല. പൂർവ്വവേദങ്ങളായ തൗറാത്ത്, തോറ, ഇഞ്ചീൽ, ബൈബിൾ, സബൂർ, സങ്കീർത്തനങ്ങൾ, ഇവരിലും ഇങ്ങനെയുള്ള ഒരു സൂക്തം അവതരിപ്പിക്കപ്പെട്ടിട്ടില്ല എന്നാണ് തിരുനബി ശിഷ്യനോട് പറയുന്നത്. അങ്ങനെ തിരുനബി ശിഷ്യനെ പഠിപ്പിച്ചത് സൂറത്തുൽ ഫാത്തിഹയാണ്. തിരുനബി പറഞ്ഞു, സൂറത്തുൽ ഫാത്തിഹ അസ്സബഉൽ മസാനിയാണ് വൽ ഖുർആനുൽ അദീം. മഹത്തായ ഖുർആനാണ്. ആവർത്തിച്ച് പാരായണം ചെയ്യപ്പെടുന്ന അധ്യായമാണ് സൂറത്തുൽ ഫാത്തിഹ. അതാണ് അസ്സബഉൽ മസാനി. അതേപോലെ മഹത്തായ ഖുർആനാണ് എന്നും തിരുനബി പറയുകയുണ്ടായി. അപ്പോൾ ഇവിടെ സൂറത്തുൽ ഫാത്തിഹ ഏറ്റവും ശ്രേഷ്ഠമായ സൂറത്ത്. അതേപോലെ ഉബൈ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ഉബൈ, വിശുദ്ധ ഖുർആനിൽ ഏറ്റവും അഅ്മമായ മഹത്തായ ആയത്ത്, സൂക്തം, വചനം ഏത് എന്ന് നിങ്ങൾക്കറിയുമോ
ഉബയ്യ് ആയത്തുൽ കുർസി ഓതിക്കൊടുത്തു. ആ ഉത്തരം കറക്റ്റായിരുന്നു. അതുകൊണ്ട് തന്നെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉബയ്യിൻ്റെ നെഞ്ചിൽ കൊട്ടി അദ്ദേഹത്തെ അഭിനന്ദിച്ചു, ആശ്ലേഷിച്ചു. എന്നിട്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹം പറഞ്ഞ ഉത്തരത്തെ അംഗീകരിച്ചു. എന്തുകൊണ്ടാണ് ആയത്തുൽ കുർസിയും അതേപോലെ സൂറത്തുൽ ഫാത്തിഹയും ഈ ഒരു പ്രത്യേകത അവകാശപ്പെടുന്നത്? ഈ ഒരു ചോദ്യം ഞാൻ നിങ്ങളുടെ മനസ്സിലേക്ക് പ്രാഥമികമായി നൽകുകയാണ്. ഇതോടൊപ്പം സൂറത്തുൽ ഇഖ്ലാസ് നമുക്കൊക്കെ പരിചയമുള്ള സൂറത്താണ്. ആയത്തുൽ കുർസി പോലെ, സൂറത്തുൽ ഫാത്തിഹ പോലെ. സൂറത്തുൽ ഫാത്തിഹ അതിൻ്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കിയവരാണ്. അതുകൊണ്ടാണ് നമസ്കാരത്തിൽ നമ്മൾ സൂറത്തുൽ ഫാത്തിഹ എല്ലാവരും പാരായണം ചെയ്യുന്നത്. ആയത്തുൽ കുർസി അതിൻ്റെ മഹത്വം നമ്മൾ അറിഞ്ഞവരാണ്. അതുകൊണ്ടാണ് നമ്മൾ എല്ലാ പ്രഭാതങ്ങളിലും പ്രദോഷങ്ങളിലും ഉറങ്ങാൻ കിടക്കുമ്പോഴും ആയത്തുൽ കുർസി ഓതുന്നത്. കാരണം ആയത്തുൽ കുർസി ഓതിയാൽ പൈശാചിക ശല്യങ്ങളിൽ നമുക്ക് രക്ഷയാണ്. എല്ലാ ഫർള് നമസ്കാരങ്ങൾക്കൊടുവിലും നമ്മൾ ഫർള് നമസ്കാര ശേഷം ആയത്തുൽ കുർസി ഓതിയാൽ നമുക്ക് സ്വർഗമുണ്ട് എന്ന് തിരുനബി പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ് എന്ന് തുടങ്ങിയ സൂറത്തുൽ ഇഖ്ലാസ് അത് വിശുദ്ധ ഖുർആനിൻ്റെ 1/3 തിരുനബി പറഞ്ഞു. കുൽസും ഇബ്നു ഹിദം എന്ന് പറയുന്ന തിരു നബിയുടെ ശിഷ്യൻ ഒരു യാത്രയിൽ ഉടനീളം നമസ്കാരത്തിൽ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യും. അദ്ദേഹം ഖുർആൻ ഓതും, ഫാത്തിഹ ഓതി, സൂറത്ത് ഓതി, ഇഖ്ലാസ് സൂറത്ത് ഓതും എല്ലാ നമസ്കാരത്തിലും. കുൽസൂം ഇത് പതിവാക്കി. യാത്രാ സംഘം മടങ്ങി വന്നു തിരുസവിധത്തിൽ എത്തി തിരുനബിയോട് പറഞ്ഞു, കുൽസൂം എല്ലാ നമസ്കാരത്തിലും സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് ഓതാറുണ്ട്. തിരുനബി കുൽസൂമിനെ വിളിച്ചു ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ എല്ലാത്തിലും സൂറത്തുൽ ഇഖ്ലാസ് ഓതുന്നത്? കുൽസൂമിൻ്റെ മറുപടി, ഇന്നഹാ സിഫത്തുർ റഹ്മാൻ വ ഇന്നി ഉഹിബ്ബുഹ. സൂറത്തുൽ ഇഖ്ലാസ് അത് അള്ളാഹുവിൻ്റെ വിശേഷണമാണ്, ഞാനത് ഇഷ്ടപ്പെടുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുൽസൂമിനോട് പറഞ്ഞത്, ഹുബ്ബുക ഇയ്യാഹ അദ്ഖലകൽ ജന്ന. സൂറത്തുൽ ഇഖ്ലാസിനോടുള്ള നിങ്ങളുടെ ഇഷ്ടം നിങ്ങളെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിച്ചു എന്നാണ്. സൂറത്തുൽ ഇഖ്ലാസ് അതിൻ്റെ മഹത്വവും നമുക്കൊക്കെ അറിയാം. കാരണം അത് നമ്മൾ പാരായണം ചെയ്യുന്നവരാണ്. 10 തവണ സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാൽ സ്വർഗത്തിൽ അള്ളാഹു ഒരു വീട് നൽകും എന്ന് സുവിശേഷം പറയപ്പെട്ടിട്ടുണ്ട്. ഞാൻ വിശുദ്ധ ഖുർആൻ്റെ 1/3 എന്ന് വിശേഷിപ്പിക്കപ്പെട്ട സൂറത്തുൽ ഇഖ്ലാസും ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായ സൂറത്തായ സൂറത്തുൽ ഫാത്തിഹയും ഖുർആനിലെ ഏറ്റവും മഹത്തായ സൂക്തമായ ആയത്തുൽ കുർസിയും നിങ്ങളുടെ ശ്രദ്ധയിൽ എത്തിച്ചത് നമ്മുടെ വിഷയത്തിലേക്ക് വരാനാണ്. എന്തുകൊണ്ട് ഈ സൂക്തങ്ങൾക്കും ആയത്തുൽ കുർസി എന്ന വചനത്തിനും മഹത്വമുണ്ടായി? ഈ മഹത്വം പറയപ്പെട്ടു. സൂറത്തുൽ ഫാത്തിഹ ഓതിയാൽ അതിൽ സ്വർഗ നരകങ്ങളെക്കുറിച്ചുള്ള പരാമർശങ്ങളില്ല, കർമ്മശാസ്ത്ര വിധി വിലക്കുകളെക്കുറിച്ചുള്ള പരാമർശങ്ങളില്ല. പിന്നെ എന്താണ് സൂറത്തുൽ ഫാത്തിഹയിലുള്ളത്? നമ്മൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അർറഹ്മാനിർ റഹീം, മാലികി യൗമിദ്ദീൻ, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് തുടങ്ങി സൂറത്തുൽ ഫാത്തിഹ തീർക്കുമ്പോൾ അതിൻ്റെ ആശയം നമ്മൾ ഗ്രഹിക്കുമ്പോൾ എന്താണ് ആയത്ത് അർത്ഥമാക്കുന്നതും തേടുന്നതും?
സൂറത്തുൽ ഫാത്തിഹ, അതിലെല്ലാം അള്ളാഹുവിൻ്റെ പേരുകളും അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളും, അള്ളാഹുവിൻ്റെ പേരുകളെയും വിശേഷണങ്ങളെയും അള്ളാഹുവിനെ സമർപ്പിച്ച് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം എന്ന് തുടങ്ങിയ പ്രാർത്ഥനയും ദുആയുമാണുള്ളത്. ബിസ്മില്ലാഹ് അല്ലാഹു അർ റഹ്മാനിർ റഹീം അതേപോലെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർ റഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിൻ്റെ പേരുകളിൽ പല പേരുകൾ എന്നെന്നും ജീവിക്കുന്നവൻ, എല്ലാം നിയന്ത്രിക്കുന്നവൻ, ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗം, അവന് ഉറക്കമോ മയക്കമോ പിടികൂടുകയില്ല. ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്, വാനങ്ങളിലുള്ളതെല്ലാം ഭൂമിയിലുള്ളതെല്ലാം അവൻ്റെ സൃഷ്ടികളാണ്, അവൻ്റെ പിടുത്തത്തിലാണ്, അവൻ്റെ നിയന്ത്രണത്തിലാണ്. തുടങ്ങി ആയത്തുൽ കുർസി അവസാനിക്കുന്നത് വരെയും അള്ളാഹുവിൻ്റെ പേരുകൾ അവൻ്റെ വിശേഷണങ്ങളാണ്, അവൻ്റെ പ്രത്യേകതകളാണ് പഠിപ്പിക്കുന്നത്, പറയുന്നത്. നിങ്ങളുടെ അവസരങ്ങളിൽ ആയത്തുൽ കുർസി എടുത്ത് പാരായണം ചെയ്ത് അതിനെ അർത്ഥം മനസ്സിലാക്കുമ്പോൾ ബോധ്യപ്പെടുന്ന ഒരു വിഷയമാണത്. സൂറത്തുൽ ഇഖ്ലാസ് കുൽസൂം പറഞ്ഞില്ലേ, ഞാൻ അതിനിഷ്ടപ്പെടുന്നു, അള്ളാഹുവിൻ്റെ സിഫത്ത് വിശേഷണമാണത്. കുൽ പറയുക, ഹുവല്ലാഹു അഹദ്, അവൻ അള്ളാഹു, അവൻ ഏകനാകുന്നു. അള്ളാഹു സ്വമദ്, അള്ളാഹു അവൻ നിരാശ്രയനാണ്, ആരെയും ആശ്രയിക്കേണ്ടതില്ലാത്ത വിധം എല്ലാവർക്കും ആശ്രിതനായ അള്ളാഹു ആകുന്നു. ലം യലിദ് വലം യൂലദ്, അവൻ ഒരാൾക്ക് ജന്മമേകിയിട്ടില്ല, അവൻ മറ്റൊരാളാൽ ജനിപ്പിക്കപ്പെട്ടവനുമല്ല. വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അള്ളാഹുവിന് തുല്യമായി യാതൊരാളുമില്ല. ഇവിടെ സൂറത്ത് ഇഖ്ലാസ് നമ്മളെ പഠിപ്പിക്കുന്നതും അള്ളാഹുവിനെ കുറിച്ചാണ്. അവൻ്റെ അള്ളാഹു, അൽ അഹദ്, അസ്സമദ് തുടങ്ങിയ പേരുകൾ, പിന്നെ അള്ളാഹുവിൻ്റെ പ്രത്യേകതകൾ, അവൻ്റെ വിശേഷണങ്ങൾ, ഇതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഇക്കാര്യം നമ്മളെ അറിയിക്കുന്നത് അള്ളാഹുവിൻ്റെ നാമങ്ങൾ, അവൻ്റെ വിശേഷണങ്ങൾ, പ്രത്യേകതകൾ അവ ഉൾക്കൊണ്ടതിനാലാണ് ഈ സൂറത്തുകളും ആയത്തുൽ കുർസി എന്ന ആയത്തും ഏറ്റവും മഹത്തായവയായത് എന്നുള്ളതാണ്. അപ്പോൾ അള്ളാഹു അവൻ കേവലം ഒരു ഊർജമല്ല, അള്ളാഹുവിന് ഉണ്മയും ആ ഉണ്മക്ക് അവനിട്ട പേരുകളുമുണ്ട്. അതിൽ ചിലത് നമ്മൾ ഇവിടെ കേട്ടു. അള്ളാഹു, അർ റഹ്മാൻ, അർ റഹീം, അസ്സമദ്, അൽ അലി, അൽ അദീം തുടങ്ങിയവ. ഇതേപോലെ അള്ളാഹുവിന് പ്രത്യേകതകളും അവന് വിശേഷണങ്ങളുമുണ്ട്. ആ വിശേഷണങ്ങളാണ് അതിൽ ചിലതാണ് നമ്മൾ ഈ വചനങ്ങളിലൂടെ ഇവിടെ ശ്രവിക്കുകയുണ്ടായത്.
അള്ളാഹുവിൻ്റെ നാമങ്ങൾ നമ്മൾ അറിയുവാനും അവൻ്റെ വിശേഷണങ്ങൾ നമ്മൾ പഠിക്കുവാനും അള്ളാഹു പലതവണ നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ നമ്മളതിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ പാരായണം ചെയ്യുമ്പോൾ കുറേ വാലമു വാലമു എന്ന് കാണാം. എന്താ വാലമു എന്ന് പറഞ്ഞാൽ? നിങ്ങൾ അറിയണം, നിങ്ങൾ മനസ്സിലാക്കണം എന്നാണ്. അള്ളാഹു ലോകരോട് പറയാണ്, നിങ്ങൾ അറിയണം, നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ ഗ്രഹിക്കണം. എന്നിട്ട് വാലമു എന്നതിനപ്പുറം നമ്മൾ തുടർന്ന് വായിക്കുന്നത് എന്താ? അൻ അല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അൻ അല്ലാഹ ബികുല്ലി ഷൈഇൻ അലീം തുടങ്ങിയ വിഷയങ്ങളാണ്. അള്ളാഹു എല്ലാത്തിനും കഴിവുറ്റവനാണ്. അള്ളാഹു എല്ലാം സൂക്ഷ്മമായി അറിയുന്നവനാണ് തുടങ്ങിയ അള്ളാഹുവിൻ്റെ പേരുകളാണ്. ഖദീർ എന്നത് അള്ളാഹിൻ്റെ പേരാണ്, അതറിയാനാണ് പറയുന്നത്. അലീം എന്നുള്ളത് അള്ളാഹുവിൻ്റെ പേരാണ്, അതറിയാനാണ് പറയുന്നത്. വാലമു ഖബീർ, സൂക്ഷ്മജ്ഞാനി, ഇത് അള്ളാഹുവിൻ്റെ പേരാണ്, അത് നിങ്ങൾ അറിയണം എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് കൽപ്പിക്കുന്നത്. അല്ലാഹു അല്ലദീ ഖലഖ സബ്അ സമാവാതി വമിനൽ അർളി മിസ്ലഹുൻ യതനസ്സലുൽ അംറു ബൈനഹുൻ. വിശുദ്ധ ഖുർആനിൽ സൂറത്ത് തലാഖിൻ്റെ അവസാനത്തെ ആയത്താണ്. ഇത് നിങ്ങളുടെ പിന്നീടുള്ള ജീവിതത്തിൽ ഒരു പഠന വിധേയമാക്കേണ്ട ഒരു മഹൽ വചനാണ്. അള്ളാഹു അവനെക്കുറിച്ച് പറയാണ്, 7 ആകാശങ്ങളെ ഭൂമിയിൽ നിന്ന് അതുപോലെ തന്നെ ഇതിനൊക്കെ പടച്ചത് അള്ളാഹുവാണ്, അതിൻ്റെയൊക്കെ സൃഷ്ടാവ് അള്ളാഹുവാണ്. യതനസ്സലുൽ അംറു ബൈനഹുൻ, ആകാശഭൂമികൾക്കിടയിൽ അള്ളാഹുവിൽ നിന്നുള്ള കാര്യങ്ങൾ, കൽപ്പനകൾ അവതീർണമാകുന്നു. നിങ്ങൾ പഠന വിദ്യാർത്ഥികളാണ്. നിങ്ങളുടെ പഠനത്തിൽ നിങ്ങൾ വാനങ്ങളെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. വാനശാസ്ത്രം പഠിക്കുന്ന വിദ്യാർത്ഥിക്കറിയാം ആ ഒരു സൃഷ്ടിപ്പിൻ്റെ മഹത്വവും അതിൻ്റെ വലിപ്പവും. അതേപോലെ തന്നെ ഭൂമിശാസ്ത്രം പഠിക്കുന്ന നമ്മൾ ഈ ഭൂമുഖത്തുള്ള സൃഷ്ടിപ്പിൽ മഹാത്ഭുതങ്ങൾ പഠിക്കുന്നവരാണ്. ഇതിൻ്റെയൊക്കെ പിന്നിൽ ആരാ? സൃഷ്ടാവായ അള്ളാഹുവാണ്. ഇത് പറഞ്ഞതിന് ശേഷം അള്ളാഹു പറയുന്നത് യതനസ്സലുൽ അംറു ബൈനഹുൻ എന്ന് പറഞ്ഞതിന് ശേഷം ലിതഅലമു അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ വ അന്നല്ലാഹ ഖദ് അഹാത ബികുല്ലി ഷൈഇൻ ഇൽമാ. എന്തിനാ അള്ളാഹു ഇത് പറഞ്ഞത്? ആകാശങ്ങളുടെ സൃഷ്ടിപ്പിന് പിന്നിൽ, ഭൂമിയുടെ സൃഷ്ടിപ്പിന് പിന്നിൽ, ആകാശഭൂമികൾക്കിടയിൽ അള്ളാഹുവിൻ്റെ കൽപ്പനകളും കാര്യങ്ങളും വന്നിറങ്ങുന്നതിന് പിന്നിൽ അള്ളാഹു ആണെന്ന് പറഞ്ഞു തന്നത് അള്ളാഹു എല്ലാത്തിനും ഖദീർ, കഴിവുള്ളവനാണ് എന്ന് നിങ്ങൾ അറിയാൻ വേണ്ടിയാണ്. മാത്രമല്ല വഅന്നല്ലാഹ ഖദ് അഹാത ബികുല്ലി ഷൈഇൻ ഇൽമ, അള്ളാഹു അവൻ്റെ അറിവിനാൽ അവൻ എല്ലാ വസ്തുക്കളെയും ഉൾക്കൊണ്ടിരിക്കുന്നു. അള്ളാഹുവിൻ്റെ അറിവ് കൊണ്ട് അള്ളാഹുവിനെല്ലാം ഈ പ്രപഞ്ചത്തിൽ സൂക്ഷ്മമായത്, സ്ഥൂലമായത് എല്ലാം, ചെറുത് വലുത്, ആകാശങ്ങളുടെ അത്യുന്നതങ്ങളിൽ, പാതാളങ്ങളിൽ എല്ലാം, നേർത്തത് കടുത്തത് ചെറുത് ഒക്കെ അള്ളാഹു അവൻ്റെ അറിവ് കൊണ്ട് വലയം ചെയ്തിരിക്കുന്നു. എന്നാണ് അള്ളാഹുവിന് അതൊക്കെ അറിയാം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ പേരുകൾ പഠിക്കാൻ അള്ളാഹു നമ്മളോട് കൽപ്പിച്ചു. അള്ളാഹുവിൻ്റെ പേരുകൾ അവക്ക് അതിൻ്റെ ആശയങ്ങളും അർത്ഥങ്ങളുമുണ്ട്. അവ ഉൾക്കൊള്ളാനും അള്ളാഹു നമ്മളോട് കൽപ്പിച്ചിരിക്കുന്നു. ചിലർ മനസ്സിലാക്കിയത് അള്ളാഹ്ക്ക് 99 പേരുകളാണ്, അത് നാമമാത്ര ഉരുവിടൽ അതാണ് വേണ്ടത് എന്നാണ്. എന്നാൽ അങ്ങനെയല്ല. ശരിയാണ്, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞു, ഇന്ന ലില്ലാഹി 99 ഇസ്മ മിഅ ഇല്ലാ വാഹിദ ഫമൻ അഹ്സാഹ ദഖലൽ ജന്ന. അള്ളാഹുവിന് 99 പേരുകളുണ്ട്.
വല്ലവനും അവയെ ഇഹ്സാ ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അള്ളാഹ്ക്ക് 99 പേരുകളുണ്ട്. അതിനർത്ഥം 99 പേരുകൾ മാത്രമാണ് എന്നല്ല. അള്ളാഹുവിന് ധാരാളം പേരുകളുണ്ട്. എന്നാൽ ആ പേരുകളിൽ നിന്ന് നമ്മൾ 99 എണ്ണം സെലക്ട് ചെയ്ത് അവയെ ഇഹ്സാ ചെയ്താൽ എന്ന് പറഞ്ഞാൽ നമ്മൾ അവ ശരിക്കും വായിക്കുക, ഉച്ചരിക്കുക. അർ റഹീം, അർ റഹ്മാൻ, അൽ ലത്തീഫ്, അൽ ഖബീർ, അൽ അലീം, അൽ മാലിക്, ഇങ്ങനെ യഥാവിധം ഉച്ചരിക്കുക. മാത്രമല്ല പേരുകളുടെ അർത്ഥം നമ്മൾ ഗ്രഹിക്കുക. എന്താണ് അൽ ഗഫൂർ, എന്താണ് അൽ വദൂദ്, എന്താണ് അർ റഹ്മാൻ, ഇങ്ങനെ അർത്ഥം ഗ്രഹിക്കുക. അർത്ഥം ഗ്രഹിച്ച് ഈ പേരുകൾ അള്ളാഹുവിന് സമർപ്പിച്ച് നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അള്ളാഹുവേ, നീ റഹ്മാനാണ്, നീ എന്നോട് കരുണ കാണിക്കണമേ. അള്ളാഹുവേ, നീ ഗഫൂറാണ്, അതുകൊണ്ട് നീ എനിക്ക് പൊറുക്കണമേ. അള്ളാഹുവേ, നീ വദൂദാണ്, നീ ഏറെ സ്നേഹിക്കുന്നവനാണ്, നിന്റെ സ്നേഹം നീ എന്നിൽ കനിയണമേ. ഇങ്ങനെ ദുആ ചെയ്യുക. അതാണ് ഇഹ്സാൻ. അങ്ങനെ ചെയ്താൽ അത് ചെയ്യുന്ന വ്യക്തി സ്വർഗത്തിൽ പ്രവേശിച്ചു എന്ന് നമ്മുടെ പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വഅലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് പറഞ്ഞു. അപ്പം നമ്മൾ അള്ളാഹുവിൻ്റെ പേരുകൾ പഠിക്കണം, ആശയം ഗ്രഹിക്കണം. അതേപോലെ ഈ പേരുകൾ തേടുന്ന അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളുണ്ട്, അത് നമ്മൾ മനസ്സിലാക്കി നമ്മൾ അള്ളാഹുവിൽ യഥാവിധം വിശ്വസിക്കുകയും അതേപോലെ അള്ളാഹുവിനോട് ദുആ ചെയ്യുകയും ചെയ്യണം എന്നുള്ളതാണ്. ഇപ്പം അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളെ, അള്ളാഹുവിൻ്റെ പേരുകളുടെ സാഹചര്യത്തിൽ മനസ്സിലാക്കിയാൽ ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പം അള്ളാഹു അൽ ഗഫൂർ, അള്ളാഹു പാപങ്ങൾ പൊറുക്കുന്നവനാണ്, ഏറെ പൊറുക്കുന്നവൻ. അതേപോലെ പാപങ്ങൾ മറക്കുന്നവനാണ്. പലരും പലവിധ തെറ്റുകളിൽ മുങ്ങിയവരായിരിക്കും. തെറ്റുകൾ ചെയ്യാത്ത ആരുമില്ല. അള്ളാഹു നമ്മളുടെ തെറ്റുകൾ നമ്മൾ ചെയ്തത് ലോകരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുവാൻ കഴിവുള്ളവനാണ്. പക്ഷെ അള്ളാഹു നമ്മളുടെ തെറ്റുകൾ അത് മറ്റുള്ളവരിൽ നിന്നും മറച്ചു. നമ്മൾ ചെയ്ത പല തെറ്റുകളും നമ്മുടെ മാതാപിതാക്കൾ അറിഞ്ഞിരുന്നുവെങ്കിൽ അവർ അവരുടെ വീട്ടിൽ നമ്മളെ താമസിപ്പിക്കില്ല. നമ്മുടെ കൂട്ടുകാരറിഞ്ഞിരുന്നുവെങ്കിൽ അവർ നമ്മളിൽ നിന്ന് ദൂരെ മാറി നടക്കുമായിരുന്നു. നമ്മളുടെ അധ്യാപകരും അതേപോലെ നമ്മൾ അടുത്ത് വർത്തിക്കുന്നവരും നമ്മൾ ചെയ്തിരുന്ന തെറ്റുകൾ അറിഞ്ഞിരുന്നുവെങ്കിൽ പലരും നമ്മളോട് സലാം പറയാതെ വിമുഖരായിട്ട് പോകുമായിരുന്നു. നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ലേ? ഉണ്ട്. അള്ളാഹു അറിഞ്ഞിട്ടില്ലേ? ഉണ്ട്. പക്ഷേ അള്ളാഹു നമ്മളെ തൊട്ടത് മറച്ചു. ഇങ്ങനെ മറക്കുന്നവൻ അന്ത്യനാളിൽ വിചാരണയുടെ വേദിയിലും അള്ളാഹു അങ്ങനെയാണ്. പാപികളെ കൊണ്ടുവന്നാൽ അള്ളാഹു അവരെ വിചാരണ ചെയ്യുമ്പോൾ അവരുടെ തെറ്റുകൾ അവർക്ക് കാണിക്കും. അള്ളാഹു അവൻ്റെ പാർശ്വം വെച്ച് മറ്റുള്ളവരിൽ നിന്ന് അത് മറക്കുമെന്നാണ്. അള്ളാഹു ഗഫൂറാണ്, തെറ്റ് മറക്കുന്നവൻ. അതേപോലെ അള്ളാഹു തെറ്റ് പൊറുക്കുന്നവൻ, അള്ളാഹു പൊറുക്കുകയും ചെയ്യും. ഈ ഒരു പേരിൻ്റെ ആശയത്തിൻ്റെ ഒരു തലം തൊടുവാൻ ഞാനൊരായത്തെ നിങ്ങളെ കേൾപ്പിക്കാം. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു നമ്മളോട് പറയാണ്, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറുദ്ദുനൂബ ജമീഅ. അള്ളാഹു പറയാണ്, യാ ഇബാദി, എൻ്റെ ദാസന്മാരെ, എൻ്റെ ദാസന്മാരെ എന്ന് അള്ളാഹു തന്നിലേക്ക് ചേർത്ത ആളുകളെ വിളിക്കുകയാണ്. അള്ളാഹു വിളിക്കുന്നത് പാപസുരക്ഷിതരായ മലക്കുകളെയല്ല, പാപസുരക്ഷിതരായ ഈശ്വര പ്രേഷിതരായ നബിപുങ്കവന്മാരെയല്ല. അള്ളാഹു വിളിക്കുന്നത് ഈ ഇബാദി എന്ന വിളിയിൽ തെറ്റുകൾ ചെയ്യാത്ത മനുഷ്യരെയുമല്ല. പ്രത്യുത അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, സ്വന്തത്തോട് തെറ്റ് ചെയ്തവർ, അവരെയാണ് ഇബാദി, എൻ്റെ ദാസന്മാരെ എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. സ്വന്തത്തോട് തെറ്റ് ചെയ്ത ദാസന്മാരെ, എൻ്റെ ദാസന്മാരെ എന്ന് പറഞ്ഞ് അള്ളാഹു വിളിക്കുമ്പോൾ
ചിലപ്പോൾ വിചാരിക്കുന്ന ചെറിയ ചെറിയ തെറ്റുകൾ ചെയ്തവരായിരിക്കും, നിസ്സാരമായ എന്തെങ്കിലും ചില പ്രശ്നങ്ങൾ ചെയ്തവരായിരിക്കും എന്നാണ്. പക്ഷേ അതല്ല. പിന്നെയോ അസ്റഫു അല അൻഫുസിഹിം എന്ന് പറഞ്ഞാൽ തെറ്റിൽ മുങ്ങിക്കുളിച്ചവർ, പാപപങ്കിലമായ ജീവിതം നയിച്ചവർ, അങ്ങനെയുള്ളവരെയാണ് അള്ളാഹു വിളിക്കുന്നത് യാ ഇബാദി, എൻ്റെ ദാസരെ എന്ന്. എന്നിട്ട് എന്താ അള്ളാഹു പറയുന്നത്? യാ ഇബാദി അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, നിങ്ങൾ അള്ളാഹുവിൻ്റെ വിശ്വസിക്കണ്ട. പിന്നെയോ എല്ലാ തെറ്റുകളും അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരും എന്നാണ് അള്ളാഹു പറയുന്നത്. ചെറുതായാലും വലുതായാലും രഹസ്യമായതായാലും പരസ്യമായതായാലും എല്ലാം പൊറുക്കുന്നവനാണ് അള്ളാഹു. എപ്പോൾ? അള്ളാഹുവെ ഇനി ഞാൻ തെറ്റിലേക്കില്ല എന്ന് നമ്മൾ അള്ളാഹുവിനോട് പ്രതിജ്ഞ ചെയ്യുമ്പോൾ, വന്നുപോയി സംഭവിച്ചല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ ഖേദിക്കുമ്പോൾ അള്ളാഹു എല്ലാ പാപങ്ങളും നമുക്ക് പൊറുക്കുകയും അള്ളാഹു മാപ്പാക്കുകയും ചെയ്യും. അപ്പം അള്ളാഹു റഹ്മാനാണ് എന്ന പേര് എന്ത് തേടുന്നു എന്നതിൻ്റെ ഒരു വശം നമുക്കിതിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചു. ഇതേപോലെ അള്ളാഹു അൽ ഗഫൂർ, പാപങ്ങൾ മറക്കുന്നവൻ, പൊറുക്കുന്നവൻ എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആ പേരർത്ഥമാക്കുന്നതിൻ്റെ അള്ളാഹുവിൻ്റെ വിശേഷണം അത് എന്ത് എന്നുള്ളത് അല്പം മനസ്സിലാക്കുവാൻ നമുക്ക് ആയിഷുമ്മ പറയുകയാണ്, ആ ഭാഷണം റൂമിൻ്റെ മൂലയിൽ നിൽക്കുന്ന എനിക്ക് തിരിഞ്ഞില്ല, ഞാൻ അറിഞ്ഞില്ല. പക്ഷെ തിരുദൂതർ ഖൗലയുമായി നടത്തിയതായ ആ സംഭാഷണം, രഹസ്യഭാഷണം, ആ വിഷയത്തിൽ അള്ളാഹുവിൽ നിന്നുള്ള പ്രതികരണം അവൻ്റെ വചനമായി അവതീർണമായി. ഖദ് സമി അല്ലാഹു ഖൗലല്ലതി തുജാദിലുക ഫീ സൗജിഹ, തൻ്റെ ഭർത്താവിൻ്റെ വിഷയത്തിൽ പ്രവാചകരെ നിങ്ങളോട് തർക്കിച്ച സ്ത്രീയുടെ സംസാരം അള്ളാഹു കേട്ടിരിക്കുന്നു എന്നാണ് ആയത്ത് തുടങ്ങുന്നത്. ആയിഷുമ്മ പറയുകയാണ്, അൽഹംദുലില്ലാഹില്ലദീ വസിഅ സംഅഹുൽ അസ്വാത്ത്, വസിഅ സംഉഹു അൽ അസ്വാത്ത്, എല്ലാ ശബ്ദങ്ങളും കേൾക്കാൻ പര്യാപ്തമാം വിധം കേൾവി വിശാലമായ അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും. എന്തേ കാരണം? ഖൗല തിരുനബിയോട് സംവദിച്ചത് റൂമിൻ്റെ ഒരറ്റത്തുള്ള ഉമ്മ കേട്ടില്ല, ആയിഷ കേട്ടില്ല റളിയല്ലാഹു അൻഹ. ആ സംസാരമാണ് ആകാശങ്ങൾക്കുപരിയിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല കേട്ടത്. അതുകൊണ്ടാണ് ഉമ്മ അള്ളാഹുവിനെ സ്തുതിച്ച് അവൻ്റെ കഴിവ് പറഞ്ഞ് അവൻ്റെ വിശേഷണം എണ്ണി ആ വിവരം നമ്മളോട് കൈമാറിയത്. അള്ളാഹു എവിടെ? ഈ ഒരു ചോദ്യം ചോദിക്കപ്പെട്ടാൽ പലരുടെയും മറുപടി അള്ളാഹു എല്ലായിടത്തും നിന്നാണ്. ഈശാവാസം ഇതം സർവം, ജഗത്തായ ജഗത്തിലെല്ലാം ഈശൻ വസിക്കുന്നു. അപ്പൊ കല്ലിലും മുള്ളിലും തൂണിലും തുരുമ്പിലും എല്ലായിടത്തും ഈശൻ എന്നതാണ് പലരുടെയും പ്രതികരണം. ഇത് തീർത്തും തെറ്റായ വിശ്വാസമാണ്, അബദ്ധജടിലമായ പ്രതികരണമാണ്. അള്ളാഹു എല്ലായിടത്തും എന്നുള്ളത് അള്ളാഹു എല്ലായിടത്തും അല്ല. പിന്നെയോ അള്ളാഹു അവൻ സൃഷ്ടികൾക്ക് അതീതനായി, അവൻ വാനങ്ങൾക്കുപരിയിലാണ്. എന്നാൽ അള്ളാഹുവിൻ്റെ കേൾവി കൊണ്ട് അവൻ, കഴിവ് കൊണ്ട് അവൻ, അറിവ് കൊണ്ട് അവൻ നമ്മളോടൊപ്പമാണ്. അതുകൊണ്ടാണ് ആയിഷ റളിയല്ലാഹു തആല അൻഹ ഈ ഒരു സംഭാഷണത്തിനപ്പുറം അള്ളാഹുവിനെ സ്തുതിച്ച് പറഞ്ഞത്, ഈ ഒരു സംഭാഷണം ഞാൻ കേട്ടില്ല, വാനങ്ങൾക്കുപരിയിൽ നിന്ന് അത് അള്ളാഹു കേട്ടു, അൽഹംദുലില്ലാഹ്. തിരുനബിയുടെ മറ്റൊരു ഭാര്യ സൈനബ് റളിയല്ലാഹു അൻഹ, അവരെപ്പോഴും അഭിമാനം പറയും. എന്താ അവരുടെ അഭിമാനം?
തിരുനബിയുടെ മറ്റു ഭാര്യമാരോട് അവർ പറയാറുള്ളത് സവ്വജകുന്ന അഹാലീകുൻ കുൻ, നിങ്ങളൊക്കെ തിരുനബിക്ക് കല്യാണം കഴിച്ചു കൊടുത്തത് നിങ്ങളുടെ കുടുംബക്കാരാണ്. ഖദീജയെ, ആയിഷയെ, സൗദയെ, ഹഫ്സയെ, സൈനബ് ബിൻത് ഖുസൈമ, ഇവരൊക്കെ കല്യാണം കഴിച്ചു കൊടുത്തത് അവരുടെ കുടുംബക്കാരാണ് തിരുനബിക്ക് ഈ ഭൂമിയിൽ വെച്ച്. എന്നാൽ സൈനബ് ബിൻത് ജഹ്ഷ് എന്ന മഹദിയെ തിരുനബിക്ക് കല്യാണം കഴിച്ചു കൊടുത്തത് ആരാ? അതാണ് അവർ പറയുന്നത് വസവ്വജനി അല്ലാഹു മിൻ ഫൗഖി സബ്ഇ സമാവാത്ത്, എന്നെ തിരുനബിക്ക് കല്യാണം കഴിച്ചു കൊടുത്തത് അള്ളാഹുവാണ് 7 ആകാശങ്ങൾക്ക് മീതെ വെച്ച്. എന്താ? സൈനബ് റളിയല്ലാഹു അൻഹുവിനെ കല്യാണം കഴിച്ചു കൊടുത്തത് അള്ളാഹുവാണ്. ഫലമ്മ ഖളാ സൈദും മിൻഹാ വത്റൻ സവ്വജ്നാകഹ, സൈനബിനെ സെയ്ദ് വിവാഹമോചനം നടത്തിയ, അവരെ ആദ്യം കല്യാണം കഴിച്ചത് സെയ്ദാണ്. സെയ്ദ് വിവാഹമോചനം നടത്തിയപ്പോൾ അള്ളാഹു പറയുകയാണ് സവ്വജ്ന, നാം കല്യാണം കഴിച്ചു തന്നിരിക്കുന്നു താങ്കൾക്ക്, പ്രവാചകന്, സൈനബിനെ. അപ്പൊ സൈനബിനെ അള്ളാഹു തിരുനബിക്ക് കല്യാണം കഴിച്ചു കൊടുത്തു. അതിനെക്കുറിച്ച് പറയാണ് ആകാശങ്ങൾക്കുപരിയിൽ വെച്ച് അള്ളാഹുവാണ് എൻ്റെ കല്യാണം നിർവഹിച്ചത്, തിരുനബിക്ക് കല്യാണം കഴിച്ചു കൊടുത്തത് എന്ന് പറയണം. അപ്പൊ അള്ളാഹു എവിടെ? അള്ളാഹു അവൻ വാനങ്ങൾക്കുപരിയിൽ അവൻ്റെ മഹിത സിംഹാസനത്തിന് മീതെയാണ് എന്നുള്ളതാണ്. ഈ ഒരു ഉത്തരം ഇത് പല മുസ്ലിമീങ്ങൾക്കും അറിയില്ല എന്നുള്ളത് ഖേദമാണ്. ഐനല്ലാ എന്ന് തിരുനബി ചോദിച്ചപ്പോൾ തിരുനബിയുടെ മുമ്പിൽ ഹാജരാക്കപ്പെട്ട ഒരു ഭൃത്യ അടിമപ്പെണ്ണ് ഫിസ്സമ, ആകാശത്തിന്മേൽ എന്ന് പ്രതികരിച്ച് അവർ വിശ്വാസിനിയാണെന്ന് തിരുനബി അവരെ വിശേഷിപ്പിച്ചു. ഒരു അടിമ സ്ത്രീ അന്ന് അള്ളാഹു എവിടെ എന്നതിന് പ്രതികരിച്ച ഒരു പ്രതികരണം ഇന്ന് മുസ്ലിം സമൂഹത്തിൽ പണ്ഡിതന്മാർ എന്ന് പറയുന്ന പലർക്കും അജ്ഞമാകുമ്പോൾ സാധാരണക്കാരൻ്റെ വിഷയം പറയേണ്ടതില്ല. പക്ഷേ നമ്മൾ പ്രമാണബദ്ധമായി പഠിച്ച് വിഷയങ്ങളെ ഉൾക്കൊണ്ട് അള്ളാഹുവിനെക്കുറിച്ചുള്ള നമ്മളുടെ അറിവ് അത് യഥാവിധമാക്കാൻ ശ്രമിക്കണം എന്നാണ് നിങ്ങളോട് എനിക്ക് ഉപദേശിക്കുവാനുള്ളത്. നിങ്ങൾ പഠന വിദ്യാർത്ഥികളാണ്. അള്ളാഹുവിൻ്റെ പേരുകൾ നമ്മൾ വായിച്ചാൽ, എന്നിട്ട് അതിൻ്റെ അർത്ഥം നമ്മൾ ഗ്രഹിച്ചാൽ, അതിൻ്റെ പ്രത്യേകതകൾ, അതടങ്ങിയ വിശേഷണങ്ങൾ, അള്ളാഹുവിൻ്റെ ഇതര പ്രവൃത്തികളും വിശേഷണങ്ങളും നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മളെല്ലാവരും പ്രഖ്യാപിക്കും ഹസ്ബുനല്ലാഹ് വനിഅമൽ വക്കീൽ, ഞങ്ങൾക്ക് അള്ളാഹു മതി, കാര്യങ്ങൾ ഏൽപ്പിക്കുവാൻ എത്ര നല്ല വക്കീലാണ് അള്ളാഹു എന്ന്. അള്ളാഹുവിൻ്റെ പേരുകൾ നമ്മൾ മനസ്സിലാക്കി അതിൻ്റെ ആശയം നമ്മൾ ഗ്രഹിച്ച് നമ്മൾ അള്ളാഹുവിലുള്ള വിശ്വാസം യഥാവിധമാക്കിയാൽ പിന്നെ നമ്മുടെ വിഷമതകൾ വഴിമാറിക്കിട്ടുവാൻ, നമ്മുടെ സംഘർഷങ്ങൾ, മാനസിക സംഘർഷങ്ങൾ നമുക്ക് ദൂരീകരിക്കപ്പെടാൻ, നമ്മുടെ പിരിമുറുക്കങ്ങൾ അത് നമുക്ക് ഒഴിവായി കിട്ടാൻ ഈ പേരുകൾ അതിൻ്റെ ബർക്കത്ത്. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന, അള്ളാഹുവിന് മാത്രമാകുന്നു അത്യുത്തമമായ പേരുകൾ. അപ്പോൾ ഉത്തമമായ പേരുകൾ അത് അള്ളാഹുവിനാണ്, അത് അനുഗ്രഹീതമാണ്, ബർക്കത്തുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മില്ല, അള്ളാഹുവിൻ്റെ നാമത്തിൽ, ആ നാമത്തിൻ്റെ സഹായത്തിൽ, ആ ബർക്കത്തിൽ കഴിക്കുന്നു. വിശുദ്ധ ഖുർആൻ ഓതാൻ തുടങ്ങുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അള്ളാഹുവിൻ്റെ നാമത്തിൽ തുടങ്ങുകയാണ്. കാരണം ആ നാമത്തിന് പ്രത്യേകത ഉണ്ട്, അതിന് അനുഗ്രഹമുണ്ട്. അപ്പോൾ ആ മഹത്തായ നാമങ്ങൾ നമ്മൾ വായിക്കുക, ആശയങ്ങൾ നമ്മൾ ഗ്രഹിക്കുക. അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ, സിഫത്തുകൾ ധാരാളമുണ്ട്, നമ്മളത് ഗ്രഹിക്കുക. തിരുനബി നമ്മളോട് പറഞ്ഞില്ലേ, രാത്രിയുടെ 1/3 യാമം ശേഷിക്കുമ്പോൾ, രാത്രിയുടെ അവസാന 1/3 എന്ന് പറഞ്ഞാൽ അസ്തമയം മുതൽ ഉദയം വരെയുള്ള സമയം എടുത്തിട്ട് അതിൻ്റെ അവസാനത്തെ 1/3 എടുക്കുക.
ആ സമയമായാൽ നിശയുടെ നിഗൂഢതയിൽ, രാവിൻ്റെ അന്ത്യ സമയങ്ങളിൽ, ലോകം ഉറങ്ങിക്കിടക്കുന്ന ആ അർത്ഥഗർഭമായ നിശയിൽ നമ്മൾ എഴുന്നേറ്റ് നമ്മളുടെ വിറകറികളെ നമ്മൾ അള്ളാഹുവിലേക്ക് ഉയർത്തും. നിറകണ്ണുകളെ നമ്മൾ അള്ളാഹുവിലേക്ക് നിറകണ്ണുകൾ കൊണ്ട് നമ്മൾ അള്ളാഹുവിലേക്ക് നോക്കും. അള്ളാഹുവിൻ്റെ ദർബാറിന് മുമ്പിൽ നമ്മൾ മുട്ടുകുത്തി നമ്മൾ അവനോട് ചോദിക്കും. എപ്പോൾ? നമ്മൾ അള്ളാഹുവിൻ്റെ ഒരു വിശേഷണം നമ്മൾ ഉൾക്കൊണ്ടാൽ. എന്താ തിരുനബി പറഞ്ഞത്? രാത്രിയുടെ 1/3 ശേഷിച്ചാൽ അള്ളാഹു ഏറ്റവും അടുത്ത, നമ്മിലേക്ക് ഏറ്റവും അടുത്ത ആകാശത്തിലേക്ക് ഇറങ്ങി വരും. എന്നിട്ട് അള്ളാഹു ചോദിക്കും, എന്നോട് പശ്ചാത്തപിക്കുവാൻ ആരുണ്ട്? പാപമോചനത്തിന് തേടുവാൻ ആരുണ്ട്? ഞാൻ അവൻ്റെ പശ്ചാത്താപം സ്വീകരിക്കും, പാപമോചനം അവന് ഞാൻ നൽകും. എന്നോട് ചോദിക്കുന്നവർക്ക് ഞാൻ അവൻ ചോദിക്കുന്നത് നൽകും. ഇതൊക്കെ അള്ളാഹു നമ്മളോട് പറയുന്ന ഒരു സമയം. അള്ളാഹുവിൻ്റെ പ്രത്യേകതയായി, വിശേഷണമായി അള്ളാഹുവിന് ഇങ്ങനെയുള്ള അവസ്ഥയുള്ളത് നമ്മളോട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഈ ഒരു വിശേഷണം നമ്മൾ ഉൾക്കൊണ്ടാൽ, മനസ്സിലാക്കിയാൽ, തിരുദൂതർ പഠിപ്പിച്ചതുപോലെ നമ്മൾ ഗ്രഹിച്ചാൽ, നമുക്കൊരു സമയം ഫജ്റിന് മുമ്പ് പടച്ച റബ്ബിന് മുമ്പിൽ മുട്ടുകുത്തി അള്ളാഹുവിന് മുമ്പിൽ ഒരു സുജൂദിൽ കിടന്ന് അള്ളാഹുവിലേക്കൊരു പ്രാർത്ഥനയുടെ കൈ ഉയർത്തി നമുക്കുണ്ടാകും എന്നാണ്. ഇതേപോലെയാണ് എല്ലാ വിശേഷണങ്ങളും, ഇതേപോലെയാണ് അള്ളാഹുവിൻ്റെ എല്ലാ നാമങ്ങളും. നിങ്ങൾ പഠിക്കണം, മനസ്സിലാക്കണം എന്നാണ് എനിക്ക് ഉണർത്തുവാനുള്ളത്. എൻ്റെ ഈ വചനങ്ങൾ ഞാനിവിടെ നിർത്തുകയാണ്. അള്ളാഹു നമ്മളെ എല്ലാവരെയും ആദരിക്കുമാറാവട്ടെ. അള്ളാഹുവേ, ഈ കൂടിയ സുന്ദര മുഖങ്ങളെ നീ ഇഹത്തിലും പരത്തിലും പ്രകാശിപ്പിക്കണമേ. നിൻ്റെ കാരുണ്യം ഇവരിൽ നീ ചൊരിയണമേ തമ്പുരാനെ. ഇവരുടെ ഭാവി നീ ഭാസുരമാക്കണമേ തമ്പുരാനെ. എല്ലാ നന്മകളിലേക്കും ഇവർക്ക് നീ ഉദവി പ്രദാനം ചെയ്യണമേ തമ്പുരാനെ. ഈ നാടിനും ലോകർക്കും ഇവർ മാതൃകായോഗ്യരായ നാളെയുടെ നല്ല സമ്പത്താകുവാൻ അള്ളാഹുവേ ഇവരെ നീ അനുഗ്രഹിക്കണമേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الدين. وصلى الله وسلم وبارك على نبينا محمد وعلى آله وأصحابه أجمعين. السلام عليكم.